ഒരു ചെറിയ ചേനയാണ്. ഇത് നമുക്കൊന്ന് നട്ടു വെക്കാവേ. നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അമ്മച്ചീരെ മോനാനേ ഇത് കണ്ടോ, അമ്മച്ചീരെ മോന്റെ വീഡിയോ പിച്ചുപാട് അറിഞ്ഞില്ലേ? അമ്മച്ചീരെ മോന്റെ വീഡിയോ പിടിക്കുന്നത് അറിഞ്ഞില്ലേ? കള്ളൻ അറിഞ്ഞില്ലേ? അമ്മച്ചീരെ മോനാണോ ഇത്? ചായ കുച്ചാന്നോ? എന്തോ വേണം? നമുക്ക് കാച്ചിലും നടാ. എന്താ വേണം? എന്തിനാ കൈ കൊണ്ട് പിടിക്കുന്നേ? കൊച്ചു വീഡിയോ പിടിക്കാൻ നിൽക്കുന്ന കണ്ടോ അപ്പാ? അതെന്തല്ലേ അമ്മച്ചി കാച്ചിലൊക്കെ മുറിക്കട്ടെ. കണ്ടോ? ദേമനൊന്ന് കൈ കാണിച്ചേ. കാച്ചിൽ മുറിക്കാൻ പോവാണേ. ഇത് വെള്ളക്കാച്ചില. കണ്ടോ? ഇതിങ്ങനെ അങ്ങ് വെക്കുക. ഇത് നടാൻ വേണ്ടി വാങ്ങിച്ചതാണേ. ഇതൊരു 3 പീസാക്കാം. ഇതിങ്ങനെ അങ്ങ് വെക്കാം. എല്ലുപൊടിയും വേപ്പുണ്ടാക്കും. ദേമന് വേണോ? എന്നിട്ടാ വേണ്ടി കൈ തന്നെ ചേച്ചി, കൈ തന്നെ. കൈ തന്നെ. ദേമൻ കൈ തന്നെ. ദേവൻ ഇതൊന്നും അറിയത്തില്ലേ? ദേവൻ ഇതൊന്നും അറിയുന്നില്ലേ? അമ്മച്ചിയുടെ മോൻ ഇതൊന്നും അറിയുന്നില്ലേ പപ്പായെ? അമ്മച്ചിയുടെ മോൻ ഇതൊന്നും അറിയത്തില്ലേ? എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. എന്നാ വേണം? എന്തിനാ കരയുന്നേ? ബോള് കളിക്കണോ? പോയി ബോൾ എടുത്തോണ്ടോ? ചെല്ല്, ഓടി വരണേ. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാച്ചിലും ഒരു ചാക്കിലെ കാച്ചിലും ഒരു ചാക്കിലെ കിഴങ്ങും പറിച്ചായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ ഈ തേക്കിൻ്റെ ചുവട്ടിൽ തന്നെ കിഴങ്ങ് വെച്ചിട്ടുണ്ട്. കിഴങ്ങ് കിളിച്ചിട്ടില്ല, കിളിക്കാൻ സമയമായില്ല. അതുപോലെ നമ്മളൊരു വെള്ളക്കാച്ചിലും ഒരു നീലക്കാച്ചിലും ഇതിൻ്റെ ചുവട്ടിൽ നടാൻ പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ചാക്കിൻ്റെ ചുവടിങ്ങനെ അകത്താക്കി ഇങ്ങനെ കെട്ടിയിട്ട് ചാക്ക് മറിച്ചിട്ടിരിക്കുക. കണ്ടോ? ഇതാകുമ്പോൾ റൗണ്ടിന് ഇരുന്നോളൂ. ഇനി ആദ്യം ഈ ചാക്ക് ഉറച്ചിരിക്കാനായിട്ട് ഇതിൻ്റെ അടിയിൽ കുറച്ചും ഇതിൻ്റെ ചാക്കിനുള്ളിൽ ഇത്തിരി മണ്ണിട്ട് കൊടുക്കണം, ഉറച്ചിരിക്കാൻ വേണ്ടി. അല്ല, നമ്മളെ ചാക്കിൻ്റെ ചുവട്ടിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തേ, ഇതൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടി. ഇനിയും കരികില വാരിക്കൊണ്ട് വരട്ടെ. നമ്മളെ ചാക്കിനകത്ത് കരികിലൊക്കെ മറച്ചേ. ഇനിയിപ്പോൾ അതിനകത്തിലേക്ക് നമുക്ക് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത മണ്ണും കൂടെ കുറച്ചിട്ട് കൊടുക്കാവേ. ചാക്ക് നിറയ്ക്കുന്നതൊക്കെ ഞാൻ നേരത്തെ കിഴങ്ങ് നട്ടപ്പം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തിരി വിശദീകരിച്ചങ്ങ് പറയാത്തത്. കരിയില നമ്മൾ ആവശ്യത്തിനങ്ങ് നടക്കും. കരിയിലേ വെള്ളമൊക്കെ വീണ് കഴിയുമ്പോൾ ഇതങ്ങ് കരിയില പൊടിഞ്ഞു ഒക്കെ വന്ന് ഇത് താഴും. ഈ കാച്ചിൽ നമുക്കിവിടെ നടാം. ഇതിനകത്തിലേക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക്.
നമുക്ക് കുറച്ച് കരിയില ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. ചാണകപ്പൊടി ഇട്ടിട്ട് നമുക്കേ ഒരു ചെറിയ ചേനയാ, ഇത് നമുക്കൊന്ന് നട്ടു വെക്കാവേ. നമുക്കറിയാവുന്ന പോലൊക്കെ നട്ടു വെക്കാം. ഒരു കിളിപ്പ് വന്നിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ പൂളിയിട്ട് കിളിപ്പ് വരാനായിട്ടൊന്നും വെക്കുന്നില്ല. ഇത് ഇതേപടി അങ്ങ് നട്ടു വെക്കുവാണേ. ഇപ്പോഴാണ് ചേന നടണ്ടിയെ. ചേന ആവിച്ചാണ്, ചേന നീറി ആണ് കിളിർക്കേണ്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. എന്തായാലും നമ്മൾ നടുക. ഇപ്പം ചേമ്പും കാച്ചിലും ഒന്നും നടല്ലെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും നമ്മളിപ്പോൾ ഇതൊക്കെ നട്ടു വെക്കുക. ആ കിളിപ്പ് അവിടെ നിന്നോട്ടെ. ഇതിൻ്റെ ഇപ്പുറത്ത് വെച്ച് നമുക്കങ്ങ് പൂള് വെട്ടാം. ഇത് രണ്ടാക്കി നടുക. നമ്മളിത് രണ്ടായിട്ട് മുറിച്ചേ ഇതിങ്ങനെ തന്നെ നമ്മളങ്ങ് വെക്കുക. ഇത് വേണമെങ്കിൽ 3 പീസാക്കി നടാമായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ അങ്ങ് വെക്കുക കേട്ടോ. ഇത് കണ്ടോ, ഒരു ചേമ്പിൻ്റെ തട വാങ്ങിയതാണേ. ഇതിന് 180 രൂപയായി. 2 കിലോയാണ്. ഇത് നമുക്ക് ഇങ്ങനെ അങ്ങ് മുറിച്ചിട്ട് ഇത് ഒന്നായിട്ട് അങ്ങ് നട്ടു വെക്കാം. ഇത് കണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ അങ്ങ് നട്ടു വെക്കാവേ. നമ്മൾ നട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമല്ലോ. ഇത് നമുക്ക് രണ്ടായിട്ട് അങ്ങ് നടാം അല്ലേ. ഭയങ്കര കട്ടിയാ കേട്ടോ. ഇത്തിരി വലിയ പൂളാ, എന്നാലും കുഴപ്പമില്ല. ഇത് നമുക്ക് 3 പീസാക്കാം. ഇത്തിരി വലുതല്ലേ. കണ്ടോ, ഇതിൻ്റെ ചുവട്ടിലേ നമുക്കതങ്ങ് കളയാം. ഇത് കൊള്ളത്തില്ല. ഇത് നമ്മൾ ചാക്കിനകത്തിലാണേ നടുന്നത്. ചേനയും ചേമ്പും നമ്മളൊരു 3-4 ചാക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നടാം. നമ്മൾ ഇത് കരിയിലയും ചാണകപ്പൊടിയും മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ചാക്കാണ്. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മളിത് ഇതിലേക്ക് വെക്കുക. ഇതിനകത്തിൽ ഇനി നമുക്ക് കുറച്ച് കരിയിലയും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കേ, മണ്ണിങ്ങനെ ഒന്ന് നീക്കി കൊടുക്കാവേ. കിളിപ്പ് വരാത്തതായതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാ പീസ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചാണകപ്പൊടിയൊക്കെ നല്ലതുപോലെ ഇട്ടതാണ്. എന്നാലും കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ട് കരിയിലയും കൂടി ഇട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് കണ്ടോ, ചേനയുടെ പീസിൻ്റെ മുകളിലേക്ക് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കരിയില ഇട്ട് കൊടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാവേ. നമ്മൾ മിക്സ് ചെയ്ത മണ്ണാണേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ കരിയില താഴുന്നതിനനുസരിച്ച് ചാക്ക് ഇങ്ങനെ ചരിഞ്ഞു പോകും. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കൊന്നിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് അനക്കുമ്പോഴത്തേക്ക് അത് താഴോട്ടങ്ങ് അമർന്നിരുന്നോളൂ. കണ്ടോ, ഇത്രയും മതി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് നനച്ചു കൊടുക്കണം. ചിലർ നനയ്ക്കരുതെന്ന് പറയും. ഞങ്ങൾ പക്ഷേ ചേന നട്ടതിനെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ചേന കിളിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇവിടെ ഒരു ചേന കിളിച്ച് നിപ്പുണ്ടേ, കാണിക്കാം. അത് ചേന പറിച്ച സമയത്ത് അത് വെറുതെ ഇങ്ങനെ ഒരു ചാക്കിനകത്തിലോട്ട് പെട്ടെന്ന് ഇത് നട്ടു വെച്ചതാ. ഇത് കണ്ടോ, കണ്ടോ കിളിച്ചു വന്നത്. ഇനി കരിയില ഇടാവേ. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ നമുക്ക് ഇതൊക്കെ കുഴിച്ചു വയ്ക്കാം, നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന്. ഇനി മണ്ണും കൂടെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് മണ്ണൂടെ വേണം. പിന്നെ അതിൽ ചാണകപ്പൊടിയൊക്കെ ആവശ്യത്തിനുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം.
ഉണ്ടോ, കരിയില നല്ലപോലെ ഇട്ട് കൊടുത്തേക്കുന്നുണ്ടേ മണ്ണിൽ നല്ല ഇളക്കമാണ്. അതുമല്ല ഇത് നല്ല മണ്ണാണ്, മണലും മണ്ണും കൂടെ അതുപോലത്തെ മണ്ണാണ്. അപ്പം നല്ല ഇളക്കമുള്ള മണ്ണ്. തറച്ചിരുന്നാൽ ഇതൊന്നും നന്നായിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് കരിയില നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കരിയില നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേനും അങ്ങ് പൊടിയും. ഉണ്ടോ, ഇത്രയും മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കണം. അപ്പോൾ ഈ കരിയില അങ്ങോട്ട് നന്നായിട്ട് അമർന്നിരുന്നോളും. അതുമല്ല ചാക്കല്ലെങ്കിൽ വളഞ്ഞു പോകും. ഈ കരിയില ഇരിക്കുന്നതിനനുസരിച്ച് ഒരു ഷേപ്പ് കിട്ടത്തില്ല. ഇതിലേക്ക് നടുവാണേ. ഇത് ചെറിയ പീസാണ് ഞാൻ എടുത്തേക്കുന്നത്, കാരണം ഇത് ചെറിയ ചാക്ക, നല്ല വിസ്താരമുള്ള ചാക്കല്ല. അതുകൊണ്ടേ കണ്ടോ വെച്ചു. ഇനിയിപ്പോൾ ചാണകപ്പൊടി കുറച്ചിടണം. കണ്ടോ, നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി എത്ര ഇട്ടാലും നല്ലതാണ്. വലിയ കഷ്ണമൊക്കെ ഉള്ളത് ചാണകപ്പൊടി ഇങ്ങനെ നമുക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് കരികില ഇടാവേ. മതി. ഇനിയിപ്പോൾ മണ്ണിട്ട് കൊടുക്കാം. കുറച്ച് മണ്ണിട്ട് കൊടുക്കാവേ. നമുക്ക് ഇലത്ത് വന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് മണ്ണിട്ട് കൊടുത്താൽ മതി. ഉണ്ടോ, ഈ വലിയ പീസ് നമുക്ക് ഈ വലിയ ചാക്കിനകത്തിൽ വെക്കാവേ. ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. കരിയില ഇട്ട് കൊടുക്കാവേ. ചാണകപ്പൊടി മണ്ണുമെല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. നമ്മളങ്ങനെ ഈ ചാക്കിലും ചേമ്പ് നട്ടേ. ഇനി നമുക്കിതിനും വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ. കണ്ടോ, അപ്പോഴേ നമ്മുടെ കൃഷിയുടെ ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ നടുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 2-3 പ്രാവശ്യമായിട്ട് എടുത്ത വീഡിയോയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒറ്റ വീഡിയോ ആക്കി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ചെറിയ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പോഴേ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.